അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്താണ് മക്കളെ വിശേഷങ്ങളൊക്കെ? റാഹത്ത് തന്നെയല്ലേ? സുഖം തന്നെയാണ്. ആർക്കും സുഖല്ലേ? എന്താ ഒരു ഉഷാറ് കുറവുള്ള? ആതിഫ് അഹമ്മദ് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ആതിഫോ ഭക്ഷണം കഴിച്ചോ? എന്താ കഴിച്ചേ? ദോശ. എത്ര ദോശ ഒന്നു? 3 പടച്ച റബ്ബേ. മസിലൊന്നും എങ്ങനെ അടിക്കാം നോക്കട്ടെ. മസിൽ നോക്കട്ടെ. മസിലോ മസില കൂടി ഉള്ള ദോശയൊക്കെ മസിലുമ്പോ കേറിക്കണ കേട്ടോ. അപ്പോ യാത്രക്ക് കഴിഞ്ഞോ? യാത്രക്ക് കഴിഞ്ഞു വന്നു. എന്നാല് നമുക്ക് അന്ന് തുടങ്ങാണേ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞിരുന്നേ? പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിരുന്നല്ലേ? ഓക്കേ. എന്നാൽ എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരുടെയൊക്കെ ചരിത്രം പറഞ്ഞു എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ടീച്ചർ നമുക്ക് ഫാത്തിമ റഹീമാണ്. ആ ടീച്ചർ നമുക്ക് എന്ത് ചെയ്യും? കാര്യങ്ങൾ പറഞ്ഞു തരും. ടീച്ചറേ ഒന്ന് പറഞ്ഞു തരുമോ? നബിമാരെ കുറിച്ചിട്ടുള്ളത്. ഏതൊക്കെ നബിമാരെ കുറിച്ചാ നമ്മൾ പറഞ്ഞേ? നൂഹ് നബി. ശരിയാണോ? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാനുണ്ടോ? ടീച്ചർ പറയുന്ന ടീച്ചർ പറഞ്ഞ തെറ്റാണ് ഇങ്ങനെയും കാണിക്കണം. ഓക്കെ, തംസ് അപ്പ് അല്ലെങ്കിൽ തംസ് ഡൗണോ ചെയ്യാം. ഓക്കെ, ശരി. എന്നാലേ എന്തായിരുന്നു? നൂഹ് അല്ലേ? നൂഹ്. എല്ലാവരും കൈ ഇങ്ങനെ അടുക്ക്. ശരിയല്ലേ? റെഡി. ഓക്കെ. എന്നാ ഞാൻ അടുത്തത് ഏതാ ടീച്ചറെ? പിന്നെ ഏത് നബിനെ കുറിച്ചാ പറഞ്ഞേ? ഫാത്തിമ ടീച്ചർ പറയും. യൂനുസ് ഉണ്ടായിരുന്നോ? യൂനുസ് പറയണ. ഓക്കെ. റെഡി. അപ്പൊ 2 ടീച്ചർ പറഞ്ഞു. നമുക്ക് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന വേറൊരു ഉസ്താദ് ഉണ്ട് ഇവിടെ. ഉസൈർ ഉസ്താദ് ഉണ്ട്. ഉസൈർ ഉസ്താദ് ബാക്കി പറയോ നിങ്ങള്? വേറെ ആരെ കുറിച്ചൊക്കെ പറഞ്ഞു? ഏതാ? മൂസ നബി അലൈഹിസ്സലാം. ശരിയാണോ? ശരി തെറ്റ് ഏതാ? ശരി. ഓക്കെ. പിന്നെ മൂസാ നബിന്റെ പേര് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമ്മളൊന്ന് പറയുന്ന പറഞ്ഞല്ലേ? അല്ലാ, ഇന്ന് ഫുള്ള് രസകരം. ഇന്ന് ഫുള്ള് കഥകൾ തന്നെ കാരല്ലേ പഠിച്ചോനെ. പിന്നെ ഏതാ? ഉസൈർ പറഞ്ഞിട്ടില്ല. അതെ. പിന്നേതാ? ഉസൈർ ഉസ്താദ് പറയും. ഇബ്രാഹിം നബി. യെസ്. ഇബ്രാഹിം നബി. ഓക്കെ, 2 ഇനി ഒന്നും കൂടി പറഞ്ഞ കഴിഞ്ഞു. നൂഹ് പറഞ്ഞു. ഏതാ? യൂസുഫ് നബി അല്ലേ പറഞ്ഞേ? അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞ നൂഹ് നബിന്റെ. എന്നിട്ട് കപ്പലൊക്കെ വരക്കാൻ പറഞ്ഞില്ലേ? ആ കപ്പല് വരച്ചവരൊക്കെ ആരൊക്കെ? കപ്പൽ ഉണ്ടാക്കിയൊക്കെ ചെയ്ത ആൾക്കാരൊക്കെയാ? ഒന്ന് കൈബന്ധിച്ചേ, ഞാൻ നോക്കട്ടെ ആരൊക്കെ ചെയ്തിക്കണു. ഓക്കേ, അതിൽ നല്ല ഉഷോറാക്കി ഒരാൾ ചെയ്തിക്കണല്ലോ. അതാരായിരുന്നു? നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോണ്ടായിരുന്നു. അത് അബ്ദുറഹീം ചെയ്തിട്ടില്ലേ? കൈ പൊക്കണല്ലേ? മുഹമ്മദ് അബ്ദുറഹീം, മൈമൂന, മുഹമ്മദ് അർഫാൻ, ഹാരിസ്, നിങ്ങൾ ചെയ്തിട്ടില്ലേ? ക്ലാസ് കേട്ടില്ല, നെറ്റ് ഉണ്ടായിരുന്നില്ല.
എന്തുട്ടായി പറയണേ? പറഞ്ഞ കാര്യല്ലേ? നെറ്റ് ഉണ്ടായില്ല. നെറ്റ് പിന്നെ വന്നിട്ടില്ലേ? എന്തുട്ടായി പറയണേ? പിന്നെ നെറ്റ് ഇല്ലാതെയാണോ നിങ്ങൾ കേറിയിക്കണേ? നെറ്റ് വളരെ മോശാണ്. ക്ലാസ് കാട്ടോ. എന്നാണ് നെറ്റ് പോയത്? അത് പറഞ്ഞേ മൈമൂന അബ്ദുറഹീം, എന്നാ നെറ്റ് പോയത്? എന്നാണ് നെറ്റ് പോയത്? വേഗം പറ. പറയടൂ, വേഗം പറ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആരിസിനോട് മൊമനോടൊക്കെ ചോദിക്കാണ്ട്. അബ്ദുറഹീം, മൈമൂന മൈക്ക് ഓണാക്ക്. നിങ്ങൾ മൈക്ക് ഓണാക്കണില്ല, നിങ്ങളുടെ അടുത്ത് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അതിനെ മനസ്സിലാക്കുക. വേഗം വേഗം. എപ്പോഴാണ് പിന്നെ നിങ്ങളെ നെറ്റ് പോയത്? എപ്പോഴാ? മിനിയാന്ന് പോയിട്ട് എപ്പോഴാ വന്നേ? കിട്ടിയില്ലാന്നോ? അല്ല, മിനിയാന്ന് പോയിട്ട് എപ്പോഴാണ് പിന്നെ നെറ്റ് വന്നത്? ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്തില്ലേ എല്ലാരും ഗ്രൂപ്പില്? എവിടെ നിങ്ങളെ ഉമ്മയുടെ ഉമ്മാനോട് വിളിച്ചേ? ഒന്ന് ഉമ്മാനെ വിളിച്ചേ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് നെറ്റില്ല അവിടെ? അല്ല, അന്നേ കറണ്ട് പോയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പറയണ്ടായിരുന്നു ഉസ്താദ്, കേൾക്കണ്ടായിരുന്നില്ല, കേൾക്കാൻ പറ്റണില്ല. അപ്പൊ കട്ടായി, സൂം കട്ടായി പോവായിരുന്നു. എന്താ അറിയില്ല, അന്ന് പ്രവാചകന്മാരുടെ ക്ലാസ് പിന്നെ ഇതില് അയക്കുന്നത് അവിടെ കേട്ടിട്ടില്ല. അതാ പ്രശ്നേ. നമ്മള് മിനിഞ്ഞാൻ തന്നെ അയച്ചിട്ടുണ്ടല്ലോ. അത് കേട്ടിട്ടില്ല. അല്ലാ, അത് പ്രശ്നാണേ. അബ്ദുറഹീം, മൈമൂന, നിങ്ങളതെന്തായാലും ഇന്ന് കേൾക്കണം. എന്നിട്ട് ഇന്ന് എന്തായാലും എനിക്ക് തന്നെ അയച്ചു തരണം. ടീച്ചർക്കും അയച്ചു കൊടുക്കണം, എനിക്കും അയച്ചു തരണം. ഞാൻ നോക്കും. ഓക്കെ, റെഡി? പറ്റല്ലേ? ഓക്കെ, ഇൻഷാല്ലാ. എന്നാലേ ഹാരിസ് എവിടെ? ഹാരിസ് വർക്ക് ചെയ്തോ? ഇന്നലെ അയച്ചിട്ടുണ്ട്. ഇന്നലെ അയക്കാത്ത ചില ആൾക്കാരുണ്ടല്ലോ. ഞാനിതിൽ ഇങ്ങനെ പേര് നോക്കിയപ്പോ ചില ആൾക്കാരെ പേരുകൾ കാണുന്നുണ്ട്, അയക്കാത്തവര്. ടീച്ചറെ, മസ്ന ടീച്ചറെ, ഇതില് വേറെ ആരൊക്കെ അയക്കാത്തെന്ന് പറയോ? ഇൻസിയ അയച്ചിട്ടില്ല. ഇൻസി എന്നെ അയച്ചിട്ടില്ലേ? റബ്ബേ. ഇൻസി വേഗം മാന വെച്ചിട്ട് ഓടിയോ മാന വെച്ചിട്ട് പോവാ വേഗം. പിന്നെ ആരാളെ? പിന്നെ എനിക്ക് പേരറിയില്ല ഉസ്താദ്, എന്നെ കോണ്ടാക്ട് ചെയ്തവരുതൊക്കെ ഞാൻ പേര് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളെന്നാ നമ്പർ ഒന്ന് എനിക്ക് തരും. കാരണം ആ വർക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണല്ലോ. നിങ്ങൾ അതൊന്ന് വായിക്കോ? അതിൽ ആ കുട്ടികളെ പേര് ഇതിലുണ്ടോ നോക്കാൻ വേണ്ടി ഒന്ന് വായിക്കും. നിങ്ങൾ അയച്ചിട്ടുണ്ടോ ഇതില് ഗ്രൂപ്പില്? ഉസൈർ ബിൻ റിയാസ്. അയച്ച ആൾക്കാരല്ലേ? ഞാൻ വായിക്കാം. അതിൽ പേരില്ലാത്ത ആൾക്കാർ പറയട്ടോ. ഇൻസിയാന്റെ പേരന്റ് വന്നോ? ഇൻസിയ, ഞാൻ പേര് വായിക്കാം. ഉസൈർ ബിൻ റിയാസ്. ഉസൈർ ഇല്ല ഇതില്? ഉസൈർ ഉസൈർ ഉണ്ട്. ഓക്കെ. ഹെമിൻ ഇല്ലേ? ഓക്കെ, ഹെമിൻ ഉണ്ട്. മുഹമ്മദ് യദാൽ ഉണ്ട്. യാദൽ എന്താണ്? ഇല്ലേ ഇതില്? ഉണ്ട്. ഓക്കെ. ഇസ്ന ഫാത്തിമ. ഓക്കെ, ഗുഡ്. ആതിഫ് അഹമ്മദ് ഉണ്ട്. ഓക്കെ. സെയ്ദ് ബിൻ നർജിഷ് ഉണ്ട്. ഓക്കെ. ഐമൻ മെഹദി. ഓക്കെ, ഗുഡ്. ലഹാം. ഓക്കെ, ലഹാം ഉണ്ട്. അബ്ദുൽ മുഹൈമിൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. മുഹമ്മദ് ഉണ്ട്. പിന്നെ അസ്ബഹ് ഫാത്തിമ ഉണ്ടോ? അസ്ബഹ് ഫാത്തിമ ഉണ്ടോ? അല്ലേ?
അസ്ബഹ് ഫാത്തിമ ഉണ്ടോ? ഹലോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കാമോ? ആരാ കൈ പൊക്കണെന്ന് കാണില്ല. അസ്ബഹ് ഫാത്തിമ ഒന്നും വന്നിട്ടില്ലേ? പിന്നെ യാറ ഉണ്ട്. ഹിബ ഫാത്തിമ ഉണ്ടോ? ഹിബ ഫാത്തിമ മൈക്ക് ഓൺ ആക്കി പറയും മക്കളെ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, സമയങ്ങളല്ലേ. ഇല്ല. ഓക്കെ. ബിലാൽ ഉണ്ട്. ആയിഷ ഉണ്ടോ? ഉണ്ട്. എവിടെ ആയിഷ? എവിടെ? ഷയാൻ മുഹമ്മദ്. ഷയാൻ ഉണ്ട്. നഫ്ല ഉണ്ട്. എവിടെ നഫ്ലനെ കാണാനല്ലോ? ക്യാമറ ഓൺ ആക്കി. മുഹമ്മദ് ബിൻ സൽമാൻ ഉണ്ട്. ഫാത്തിമ റഹീം ഉണ്ട്. ഫൈഹ ഉണ്ടോ? ഫൈഹ എന്തിരിക്കുക കാണില്ല. മുഹമ്മദ് അർഫാൻ ഉണ്ട്. പിന്നെ ഹസൻ ഓക്കെ. ഹസൻ ഉണ്ട്. ഓക്കെ, ഗുഡ്. അബ്ദുള്ള ഇബിൻ ഷിറാസ് ഓക്കെ, ഉണ്ട്. മുഹമ്മദ് ഷെയ്സാൻ ഉണ്ട്. ഈ ഉണ്ടല്ലേ? ഓക്കെ. പിന്നെ ഈവ ഉണ്ടോ? അദ്ലാൻ അസീം അദ്ലാന് ഉണ്ട്. അദ്ലാനുണ്ട്. ഐദിൻ ഉണ്ട് അല്ലെ? ഓക്കെ. നഷ ഉണ്ട്. ഓക്കെ. മുഹമ്മദ് ബാക്കിർ ഒന്നും വന്നിട്ടില്ലേ? മുഹമ്മദ് ബാക്കിർ ഓൾറെഡി ഉണ്ടാവാറുണ്ടല്ലോ അല്ലെ? ഓക്കെ. ഹാരിസ് മുഹമ്മദ് ഉണ്ട്. ഇനി ഈ പേര് വിളിക്കാത്ത ആൾക്കാർ ആരൊക്കെയാ ഒന്ന് പറഞ്ഞാണേ. ഇപ്പൊ ഇതിൽ പേര് വിളിക്കാത്ത ആൾക്കാരാരാ? ഇതില് റാസന്റെ പാരന്റിനെ കോണ്ടാക്ട് ചെയ്തപ്പം പറഞ്ഞേ കുട്ടി എത്ര പറഞ്ഞിട്ടും ആക്ടിവിറ്റി ചെയ്യുന്നില്ല, നിസ്കാരത്തിൻ്റെത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആരുടെ? റസ ഹാരിസ് എവിടെ? ഇതിലുണ്ടോ? ഇതിലുണ്ടോ? ജോയിൻ ആയിട്ട് കാണുന്നില്ല. ഓക്കെ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇനിയിപ്പോ അതില് ചെയ്യാത്ത ആളുകൾ ആരൊക്കെയുള്ളേ? ഇതില് പേര് വിളിക്കാത്ത ആൾക്കാരാരാ? നശ്വ എന്താ വർക്ക് ചെയ്യാത്തെ? നശ്വാന്റെ പാരന്റിനെ വേഗം വിളിക്കൂ. ഇപ്പൊ തന്നെ തീരുമാനാക്കണം. നമ്മൾ ആകെ കുറച്ച് ദിവസമാണുള്ളത്, അതിൽ ആകെ കുറച്ച് വർക്കുകളാ തരുന്നത്. ഹലോ. നശ്വന്റെ അമ്മയാണോ? അതെ. എന്താണ് നശ്വ എന്താ വർക്ക് ചെയ്യാത്തെ? വർക്ക് ചെയ്തില്ല. എന്താ കാരണം? എന്താ നിങ്ങൾ ഇരുന്ന് കൊടുക്കണില്ലേ? കുറച്ച് തിരക്കായിരുന്നു, അതാണ്. ഇവിടെ എല്ലാരും വന്നേക്കണേ. എല്ലായിടത്തും എല്ലാരും വരൂലേ? വെക്കേഷൻ അല്ലേ? ഇതിപ്പോ ആകെ ഒരു 10-15 മിനിറ്റല്ലേ ഉള്ളു പണി. ശ്രദ്ധിച്ചോളാം. ഇന്ന് എന്തായാലും ചെയ്യണല്ലേ? ആ വർക്കുകളൊക്കെ നിങ്ങൾ മുന്നിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നമ്മള് പിന്നെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല, ആ കുട്ടിക്ക് എന്ത് ചെയ്യണം, അതിലൂടെ ഒരു മാറ്റം ഉണ്ടാവണം. അതാണ് നമ്മൾ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്. ആ ഒറ്റ ഉദ്ദേശത്തിലാണ്, അല്ലാതെ നിങ്ങളെ പണിയെടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ രക്ഷിതാവും ശ്രദ്ധിക്കണം. നിങ്ങൾ പറഞ്ഞിട്ട് കുട്ടികൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ പറയും, അപ്പൊ ഞാൻ വിളിക്കാം. തീർച്ചയായും ഞാൻ വിളിക്കും. അങ്ങനെ വിളിച്ചിട്ടുമുണ്ട്. ഒരു മടി. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക രക്ഷിതാവ്. വേറെ ആരുള്ളേ അതേപോലെ വർക്ക് ചെയ്യാത്ത? അബ്ദുറഹീമിന്റെയും മൈമുനാന്റെയും പാരന്റ് ഇന്ന് ശ്രദ്ധിക്കണം. ഇന്ന് എന്തായാലും അയക്കണത് ഇതുവരെയുള്ള വർക്കുകൾ.
പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇൻസിയാന്റെ പേരന്റ് എവിടെ? ഇൻസിയ മൈക്കോണൊക്കെ എവിടെ പേരന്റ് എവിടെ? ഉമ്മ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാറിക്കണേ. പറഞ്ഞാ മതി, ഇനിയിപ്പൊ അതിന് പേഴ്സണൽ ഒന്നും വേണ്ട. എന്തോ അടുക്കളയിൽ ഉണ്ടാക്കാണ്. നമ്മൾ എന്താ പറഞ്ഞിരുന്നേന്നുള്ളത് ഉമ്മാനോടൊന്ന് ചോദിച്ചു കേൾക്കൊണ്ടു കേട്ടോ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോ എന്താണ് രക്ഷിതാവ് എന്താ ചെയ്യണ്ടേന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എല്ലാ രക്ഷിതാക്കളും ഒന്ന് പറഞ്ഞേ, എന്താ നമ്മൾ പറഞ്ഞേ? ജൂനിയേഴ്സിന്റെ ക്ലാസിന്റെ ടൈമിൽ എന്ത് വേണമെന്നാ പറഞ്ഞേ? കൂടെ ഇരിക്കണം. രക്ഷിതാക്കൾ പറയും കൂടെ ഇരിക്കണം. കൂടെ ഇരിക്കണം. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിയുന്ന ആളുകൾ കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യാതിരിക്കുക. ഫുൾ ടൈം ചിലപ്പോൾ ഇരിക്കൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതന്നെ ആയിരിക്കും പിന്നെ മറ്റുള്ള രക്ഷിതാക്കൾക്ക് ഉണ്ടാകുക. അപ്പോൾ എന്താ വെച്ചാൽ ഫുൾ ടൈം അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയമെങ്കിലും കുട്ടികളുടെ കൂടെ ഇരിക്കണം. നമ്മൾ ഒരു ഫോൺ കൊടുത്തു കഴിഞ്ഞ് കുട്ടികൾ ചെയ്തോളൊന്നും വിചാരിക്കരുത്. എല്ലാ രക്ഷിതാക്കളോടും കൂടിയാണ് പറയുന്നത്. പറയൂ. എന്റെ ഉമ്മ വീട്ടിലില്ല. ഓക്കെ. ഹെമി നല്ല ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, നല്ല കുട്ടിയാണ്. വേറെ ഒന്നും നോക്കരുത്, ക്ലാസ് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ടവനെ. ഓക്കെ, എന്നാലേ നമ്മളെന്നാ തുടങ്ങാണ്. ഇതില് നെഷ്വ കുറച്ചൊക്കെ ആക്ടിവിറ്റി അയച്ചു തന്നിട്ടുണ്ട്, വീഡിയോ വരെ അയച്ചു തന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റതേ മിസ്സായിട്ടുള്ളൂ. പക്ഷെ മൈനാന്റേതും ഇൻസിയാന്റേതും ഇല്ലാന്ന് ഒരു വർക്ക് വരും കിട്ടാത്തത്. ഓക്കെ, അത് ഞാൻ ആ 2 രക്ഷിതാക്കളും ഇന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം, നിർബന്ധമായിട്ടും കോണ്ടാക്ട് ചെയ്യാം അല്ലേ. കാരണം ആകെ ഇനി ഒരു 1-2 ദിവസം കൂടി നമ്മളെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മളെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു ഭാഗം, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോണത്. ഇന്ന് നമ്മള് മൂസാ നബിന്റെ ചരിത്രം പറയാന്ന് പറഞ്ഞു. മൂസാ നബിന്റെ കഥ അറിയോന്ന് പറഞ്ഞിട്ട് അതന്നെ പറയണേ. മൂസാ നബിന്റെ ഇന്ന് കഥ പറഞ്ഞിട്ട് വേറെ കാര്യമുള്ളൂ. റെഡി അല്ലേ? എല്ലാരും സെറ്റ് അല്ലേ? റെഡിയാണോ? റെഡി ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണം, 2 കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണം, എന്നാലാണ് റെഡി. ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ എല്ലാരും കാണിക്കണില്ല. നെസ്വ കാണിക്കണില്ല. കാണിച്ച്. ഇനി വേറെ ആരാ? ലഹാം കാണിച്ചിട്ടില്ല. അല്ലോ ലഹാം എങ്ങനെ കാണിക്കൂ? ഒന്ന് പോരാ, 2 കൈ കാണിക്കണം, 2 കൈ കാണിക്കണം, എന്നാലേ നമ്മള് സമ്മതിക്കുള്ളൂ. ഗുഡ്. അടിപൊളി. ഓക്കെ, ബാക്കി ഇങ്ങനെയൊക്കെ വെക്കണ്ടല്ലോ ചില ആൾക്കാർ. ഇങ്ങനെ കേട്ടോ വെക്കോ? ഇങ്ങനെ വെക്കോ? ഇങ്ങനെ വെക്കോ? തലങ്ങനെ ഓക്കെ. എന്നാലേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, തുടക്കത്തിൽ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ മൂസാ നബിന്റെ ചരിത്രം പറയാനാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. മൂസാ നബിന്റെ ചരിത്രം എന്ന് പറഞ്ഞാല് ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിട്ടുള്ള പ്രവാചകൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാല് മൂസാ നബി. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ആരുടെ പേരാണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ. മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാല് ഈജിപ്തിലാണ് ജനിച്ചത്. ഈജിപ്ത് അറിയോ? ഈജിപ്ത് കേട്ടിക്കണോ? ഈജിപ്തിലെ ഒരു നദി ഉണ്ടല്ലോ, ഒരു വലിയ റിവർ. എന്താണ് അതിന്റെ പേര്? നൈൽ നദി. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞേ? ആരാ ഉത്തരം പറഞ്ഞ? നൈൽ എന്ന് പറഞ്ഞത് ആരാ? അബ്ദുറഹീം. ആരാ? അബ്ദുൽ മുഹൈമിനാണ്. ശരി, ഒരു സല്യൂട്ട് ഉണ്ടേ സർ. ഓക്കെ, ഗുഡ്, അടിപൊളി. ഓക്കെ, അപ്പോ നൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നദി ഉള്ളത് ഈജിപ്തിലാണ് കേട്ടോ, ഈജിപ്തിലാണ്. പിന്നെ ഈ നൈലിന്റെ അടുത്ത് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. അതായത് ഈജിപ്തിലാണ് ജനിച്ചത്. വലിയ ഒരു ചരിത്രമാണ്, കുറേ കാര്യങ്ങൾ പറയാണ്ട്. നമ്മളെല്ലാം കൂടി പറഞ്ഞാൽ നമ്മൾ ഇന്ന് വേറെയും കുറേ കാര്യങ്ങൾ പറയാനുള്ളതാണ്. അപ്പോൾ ആകെ ബുദ്ധിമുട്ട്. അങ്ങനെ നിങ്ങൾ കേട്ടുക്കണോ? മൂസാ നബിയുടെ ചരിത്രം കേട്ടിക്കണോ? കേട്ടിട്ടുണ്ടോ? മൂസാ നബിന്റെ കാലത്ത് ആ നാട്ടിലുണ്ടായിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഭയങ്കര ദുഷ്ടനായ ഒരു രാജാവ്.
ഫിറഔൻ ല്ലേ? ഫിറഔൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെങ്ങായി ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. കുട്ടികളെ കൊല്ലുക, അതേപോലെ വലിയ ആൾക്കാരെ കൊല്ലുക, ഞാൻ എന്നെ പടച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ഒരാളല്ല വെറുതെ വിടുവോ? ഞാനാണ് പടച്ചോനെ, ഞാൻ തന്നെ എന്നൊക്കെ പറഞ്ഞ അഹങ്കരിച്ച് നിൽക്കാൻ പറ്റുമോ? ആൺകുട്ടികളെ കൊല്ലുക അല്ലേ? എന്നിട്ട് അങ്ങനെ എല്ലാരും കൊന്നിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴാണ് അല്ല ചില ആൾക്കാരെന്ത് ചെയ്യും, രക്ഷപ്പെടുത്തും. നോക്കിയ മൂസാ നബി എന്ത് ചെയ്തു? അത് ജനിച്ചു എന്ന് മാത്രമല്ല, മൂസാ നബി ജീവിച്ചത് എവിടെയെന്നറിയോ? ഫിറോവിന്റെ തറവാട്ടില്. ഫിറഔന്റെ കൊട്ടാരത്തില്. ഫിറഔന്റെ ആ സ്വന്തം കൊട്ടാരത്തിൽ തന്നെ എന്ത് ചെയ്ത്? പാലസിൽ, ഫിറൗനിന്റെ പാലസിലാണ് ആര് ജീവിക്കണത്? മൂസാ നബി ജീവിക്കണം. ഒക്കെ വലിയ സംഭവമാണ്, ഞാൻ എല്ലാം പറയണില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മൂസാ നബി വലുതായി. പിന്നെ അവിടുന്ന് മദിയൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോയി. അവിടെ കല്യാണമൊക്കെ കഴിച്ച് പിന്നെ മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചു വരുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ, ഇൻസിയ കേൾക്കുന്നില്ല, ഇൻസിയ വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കാണ് അല്ലേ? വേറെന്തോ ചെയ്യല്ലേ അല്ലേ? എല്ലാരും ശ്രദ്ധിച്ചിരിക്കട്ടോ, എല്ലാരും ശ്രദ്ധിച്ചിരിക്കും. നിങ്ങള് അവിടെ ഇങ്ങനെ സ്ക്രീനുകൾ മാറ്റുന്നത് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ. അപ്പോ ഈ മൂസാ നബി അലൈഹി സ്വലാം വരുമ്പോ മൂസാ നബി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പ്രവാചകനായിട്ട് അവിടുന്ന് മൂസാ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു അത്ഭുത കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ? മൂസാ നബിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. കേട്ടോളേ, ഒരു വടി. ആ വടി അങ്ങനത്തെ വലിയ ഒരു പാമ്പ്. മൂസാ നബി പേടിച്ചിട്ട് മാറുന്നു. അല്ലോ, എന്തോ വലിയൊരു പാമ്പാണ്, അവിടെ പേടിച്ച് നിൽക്കുക. അപ്പൊ അല്ല പറഞ്ഞു, മൂസ ഒരു പേടിയും പേടിക്കണ്ട, അതിന്റെ വാലുമട് പിടിച്ചു പറഞ്ഞു. പിന്നെ വടിയായി. അപ്പൊ നോക്കുമ്പോ വടി. അത്ഭുതം. നമ്മള് വടി ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? വടി നിലത്തിറക്കും. അല്ലാപ്പ എന്താ? പാമ്പിനെ പോയിട്ട് പിടിച്ചാലോ? പാമ്പ് ഒന്ന് കൊത്തും. അപ്പൊ പിന്നെ തീരുമാനമാവും അല്ലേ? പാമ്പിന്റെ അടുത്തൊന്നും പാടിട്ടോ. നമ്മള് മൂസാ നബിന്റെ കാലത്ത് മൂസാ നബിക്ക് അല്ലാഹു വലിയ ഒരു കാര്യം കാണിച്ചു കൊടുക്കണം. മൂസാ നബിന്റെ കയ്യിൽ നിന്ന് ആ വടിന്റെ നിലത്തിട്ടാൽ അതിന് പാമ്പാവും. ഇങ്ങനത്തെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് മാത്രല്ല, മൂസാ നബി ഇങ്ങനെ കൈ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പ്രകാശാവും. നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലോ, അയ്യോ വളർത്തുണ്ട വയ്യ പോണേന്നറിയ, ബാക്കിയുള്ളവർ ഓടും അവിടുന്ന്. എന്നാൽ മൂസാ നബിന്റെ കടലിട്ടാലല്ല, വെള്ളത്തില് മൂസാ നബി ഒരു അടിനടിച്ചു. അതൊന്നും മൂസാ നബിന്റെ കഴിവല്ല കേട്ടോ. മൂസാ നബി ഇങ്ങനെ അബേരി ഒരാട് പേടിച്ചണ്ട, ഇതെന്റെ അടുത്ത് മാജിക് വടിയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മൂസാ നബി ആകെ ബേജാറായിട്ട് എന്താ ചെയ്യാ? അല്ല എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അപ്പോഴാണ് അല്ല പറയേണ്ടത്, മൂസ ആ വടി കൊണ്ട് ആ കടലൊരു അടിനടിക്കാറ്. അതിന്റെ അടിച്ചു. നല്ലൊരു സൗണ്ട് ഉണ്ടാവും, വെള്ളം തെറിച്ചു. എന്നാൽ മൂസാ നബി അടിച്ചപ്പോ രണ്ട് ഭാഗത്ത് നിന്ന് അങ്ങനെ വെള്ളം മാറി ഹൈറ്റിലുണ്ട് വന്നു വെള്ളം ഫുള്ള്. അതിന്റെ അടിയിലൊരു റോഡ്. മൂസാ നബിയും കൂട്ടരെ നേരെ ഓരങ്ങനെ പോണ സമയത്ത് പിന്നാലെ വരികയാണ് ഫിറഔൻ പറഞ്ഞു, നമ്മക്കും പോകല്ലാരുടെ നേരെ മൂസാ നബിയും പിന്നെ മൂസാ നബിന്റെ കൂടെ ഉള്ള ആൾക്കാർ അപ്പുറത്തെത്തി. ഫിറഔനും കൂട്ടരും എന്ത് ചെയ്തു? വെള്ളം കുടിച്ചു മരിച്ചു. വെള്ളം കുടിക്ക എങ്ങനെ? വെള്ളം കുടിക്കടോ? വെള്ളം കുടിച്ചോ? ഗുളു 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 കേട്ടിട്ടില്ലേ? എങ്ങനെയാണ് എടോ കുടിക്കണ സൗണ്ട് പറയടോ? ആ പറ, നല്ല സൗണ്ട് വേണം. പറ. ഐമൻ മഹദി വെള്ളം കുടിച്ച് കാണിച്ചു തരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഇതാണ് മൂസാ നബിന്റെ ചരിത്രം. ഈ ഒരു ചരിത്രം കുറേ വലിയ ചരിത്രം കേട്ടോ, ഞാൻ ചുരുക്കിയിട്ടാ പറയണത്. എന്നിട്ട് പിന്നെയും മൂസാ നബി കുറെ കാലം എന്ത് ചെയ്തു?
ആ എന്താ രക്ഷപ്പെട്ട ആൾക്കാർക്ക് മഞ്ഞയും സെൽവിയും നൽകി ആ ക്ലൗഡ്സ് കൊണ്ട് തണല് നൽകി. അതെ അതെ, രക്ഷപ്പെട്ട ആളുകൾക്ക് അള്ളാഹു ആകാശത്ത് നിന്ന് കൊടുക്കണം. തിന്നാ മതി. ഓരിങ്ങനെ നടന്നു പോകുമ്പോ ഇങ്ങനെ തണലിട്ട് കൊടുക്കാം മേഘം. ഓർക്ക് എല്ലാ സൗകര്യങ്ങളും പടച്ചോന് കൊടുത്തു. പക്ഷെ ഓരെന്ത് ചെയ്തു അറിയോ? അള്ള പറഞ്ഞതിന് എതിരായിട്ട് നിന്നു. ഓരൊരു പശുക്കുട്ടനുണ്ട് ആരാധിച്ചു. പശുവിനെ ആരാധിച്ചിട്ട് നമ്മളെ പടച്ചോനാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പശുവിന്റെ അടുത്ത് പോയി. അള്ളാഹ് അപ്പൊ എന്ത് ചെയ്തു? ഓർക്കെതിരെ ശിക്ഷ. കാരണം അല്ല പശുക്കുട്ടിയാണോ നമ്മളല്ല? അല്ലല്ലോ. അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യുമ്പോ അതിനെ എതിര് കാണിച്ചാൽ അള്ളാഹു അവരെ പരീക്ഷിക്കും, ശിക്ഷകൾ വരുത്തും. മനസ്സിലായോ? ക്ലിയറാണോ? ഓക്കെ. അപ്പൊ മൂസാ നബിന്റെ ചരിത്രം നമ്മൾ കുറച്ച് ചരിത്രങ്ങൾ മനസ്സിലാക്കി. റെഡി അല്ലേ? റെഡി. എന്നാ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും ടെക്സ്റ്റ് അടിച്ച നോട്ട് എടുത്തിട്ട് വരും, ഓടി വരും. നോട്ടും പേന എടുക്കുക. ഒരു 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എഴുതുന്നത്. 4. ഓക്കെ, നോട്ട്ബുക്കും പേന എടുത്തോ? നോട്ട്ബുക്കും പേന എടുത്തോ? എടുത്തോ? ഓക്കെ, എന്നാല് കേട്ടോ. നല്ല സ്വഭാവങ്ങൾ. നല്ല ശീലങ്ങൾ എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോണം. നല്ല ശീലം, നല്ല സ്വഭാവങ്ങൾ. ഓക്കെ, നല്ല ഹാബിറ്റ്സ് എന്നൊക്കെ പറയില്ലേ നമ്മള്? വേഴുത് നല്ല കഴിഞ്ഞു. എല്ലാരും ചെയ്തിട്ട് ഞാൻ ഇതാ അതിന്റെ പകരം ഓക്കെ. നല്ല ശീലങ്ങൾ എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എല്ലാരും ശ്രദ്ധിച്ചിരുന്ന. ശരി, നിങ്ങളൊന്ന് പറഞ്ഞ എന്തൊക്കെയാണ് നല്ല ശീലങ്ങൾ? എന്തൊക്കെയാ? നിസ്കരിക്കുക നല്ല ശീലമാണ്. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നിസ്കാരം, പിന്നെ പാരായണം ചെയ്യുക, പിന്നെ പിന്നെ അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ നല്ല ശീലം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നല്ല ശീലമാണെങ്കിലും ഇതേപോലെ നല്ല ശീലങ്ങൾ വേറെയുണ്ട്. നമ്മൾ ആകെ നിസ്കരിക്കലും നോമ്പെടുക്കലും അതേപോലെ സ്വതക്ക കൊടുക്കലും സക്കാത്ത് കൊടുക്കലും ഖുർആൻ പാരായണം ചെയ്യലും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത് നല്ല ശീലമായിട്ട് കാണുന്നത്. പക്ഷെ അതല്ലാത്ത വേറെയും നല്ല നല്ല ശീലങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാ. നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. നല്ല ശീലത്തിൽ വേറെയും ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, പറയട്ടെ? റെഡി അല്ലേ? ഓക്കെ, എഴുതിക്കോളിയും. നല്ല ശീലത്തിൽപ്പെട്ട ഒന്ന് വൃത്തിയുള്ളവരാവുക. യെസ്, വൃത്തിയുള്ളവരാകുക. വേഗം എഴുതിക്കോളിയും. വൃത്തിയുള്ളവരാവുക. വൃത്തിയുള്ളവരാകുക. ആരാത് പറഞ്ഞേ? ആരാ പറഞ്ഞേ?
മൈക്ക് ഓൺ ആക്കി പറ, എനിക്ക് പെട്ടെന്ന് കാണുന്നില്ല കുറെ കുട്ടികളുള്ളോണ്ടേ. ഹെമിൻ സയാൻ അടിപൊളിയാണ്, അടിപൊളി, സൂപ്പർ, നല്ല ഒരു പോയിന്റാ പറഞ്ഞേ അല്ലേ? വേഗെഴുത് വൃത്തിയുള്ളവരാവുക. എഴുതിക്കഴിഞ്ഞോ? എഴുതിക്കഴിഞ്ഞോ? എന്നാലേ ഒന്നാമത്തെ പോയിന്റ് നമ്മള് പറഞ്ഞ വൃത്തിയുള്ളവരാകാം, വൃത്തി ഉണ്ടാവുക എന്നാണ്. അതായത് നമ്മള് ശരിക്കും എപ്പോഴും വൃത്തി ഉണ്ടാവണം. നമ്മളമ്മമാരെന്നെ നമ്മളോട് ഇങ്ങനെ പറയും, ഓർക്കണ്ട നല്ല വൃത്തിയാണ്, ഇവള് കണ്ട ഇവള് നേരെ പല്ലും തേക്കൂല, നേരെ കുളിക്കൂല, എങ്ങനെ പറയാ? പിന്നെ പല്ല് തേക്കാത്ത കുട്ടികള് നല്ല അല്ല, പല്ല് തേക്കാത്ത കുട്ടികള് നല്ല. നമ്മള് എല്ലാ ദിവസവും പല്ല് തേക്കുക എന്നുള്ളത് അള്ളാന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടണ കാര്യമാണ്. നിസ്കരിക്കുമ്പോ കൂലി കിട്ടും, നോമ്പെടുക്കുമ്പോ കൂലി കിട്ടും, ഖുർആൻ ഓതുമ്പോഴും കൂലി കിട്ടും, പല്ല് തേക്കുന്നതിനും കൂലി കിട്ടും. പല്ല് തേക്കണതിന് കൂലി കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? പല്ല് തേക്കണം. അതൊരു പുണ്യകരമായ കാര്യമാണ്. അപ്പൊ എപ്പോഴൊക്കെ പല്ല് തേക്കണ്ടേ അതൊന്ന് പറഞ്ഞാണ്. എപ്പോഴൊക്കെ പല്ല് തേക്കുക? ചില ആൾക്കാരെങ്ങനെയെന്ന് അറിയോ? ചില ആൾക്കാർ എങ്ങനെയെന്ന് പറഞ്ഞു, അങ്ങനത്തെ ആൾക്കാർ ഇതിലുണ്ടോ നോക്കണം. നേരെ നോക്കിക്കോളിയും. ഉമ്മ വന്ന് വിളിക്കും, അപ്പൊ അങ്ങനെ പിന്നെ അപ്പുറത്ത് പോയിട്ട് പിന്നെ പല്ല് ആക്കിയിട്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇതില്? ഇല്ലല്ലോ, ഇല്ല. നമ്മള് വേഗം വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നേരെ എണീക്കുക, നേരെ ബ്രഷ് എടുക്കും, അല്ലേ? പല്ലിയൊക്കെ എത്ര ഉള്ളൂ? പല്ല് തേക്കലാണ് എന്ത് ചെയ്യണ്ടത്? ഞാൻ ഇതിലെ ഒരു 4 ആള് ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. 4 അല്ല 5 ആള്. 5 ആള് ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. യദാൽ, അബ്ദുൽ, മുഹമ്മദ് ഈശാൻ, അദ്ലാൻ, ഐദിൻ. അതാ ഷാസിൽ അപ്പൊ ഇടക്കിടക്ക് പോണ്ടല്ലോ. ഷാസിൽ അങ്ങോട്ടായി പോണേ? Where are you going, man? ഷാസിൽ എല്ലാരും ക്യാമറ ഓൺ ആക്കാൻ കേട്ടോ. ക്യാമറ ഓൺ ആക്കൽ നിർബന്ധമാണ്, മുസ്റ്റാണ്. മുസ്റ്റ് എന്നറിയാം, മസ്റ്റാണ് അല്ലേ? ഓക്കെ, എന്നാ ശ്രദ്ധിച്ചോളിയേ, ശ്രദ്ധിക്കുക, എല്ലാരും ശ്രദ്ധിക്കുക. അതായത് പല്ല് തേക്കുന്നത് പുണ്യം. ശ്രദ്ധിച്ചോ, പല്ല് തേക്കൽ പുണ്യമാണ്. അപ്പൊ നമ്മള് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പല്ല് തേക്കണം, ഒന്ന്. പിന്നെ എപ്പോഴാന്നറിയോ? നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പും പല്ല് തേക്കണം. ചില ആൾക്കാരൊന്നുമില്ല, രാത്രി കുറെ ഷവർമി, അൽഫാം എന്തൊക്കെയാണ് തിന്നും, എന്നിട്ട് പിന്നെ പല്ലൊന്നും തേക്കാതെ അങ്ങനെ പോയി കിടക്കും. രാവിലെ അങ്ങനെ നോക്കുമ്പോ ആകെ സ്മെല്ലടിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്തായാലും പല്ല് തേക്കണം. ഏതൊക്കെ 2 ടൈം? ചെയ്തെന്താ പറയണ? മനസ്സിലായില്ലോ? ഉറക്കെ പറ. ഞാൻ പല്ലിട്ട് തന്നെ ഉറങ്ങല്ലേ. വേറെ ലെവലാണ്. ഉഷാറാണ്. പിന്നെ ഞാൻ രാത്രി അൽഫാം ഒന്ന് പല്ല് ഉറങ്ങിയാണ്. ഓക്കെ, ഗുഡ്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് മുതൽ 2 ടൈംസ് പല്ല് തേക്കണം. റെഡി അല്ലേ? ഞാൻ ചോദിക്കും,
ഞാൻ എല്ലാ ദിവസവും 2 ടൈംസ് പല്ലേക്കും. ആ ഗുഡ് 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 ഗുഡ്. ബാക്കിയുള്ളവരും ചെയ്യാട്ടോ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മള് വൃത്തി എന്ന് പറയുമ്പോഴേ പല്ല് തേച്ചാൽ മാത്രം മതിയോ? കുളിക്കണ്ടേ? കുളിക്കണോ വേണ്ടേ? എന്നാ ഒരു ചോദ്യം ചോദിക്കാണേ. രാവിലെ കുളിച്ചോ? രാവിലെ എണീക്കുമ്പോഴും കുളിക്കും, രാവിലെ കുളിച്ചവരെ കൈ ഒന്ന് പൊക്കിയേ. ഇന്ന് രാവിലെ കുളിച്ച ആൾക്കാർ. യാ ഹാരിസ് ഉണ്ട്, ഗുഡ്. ഹെമിൻ ജയാൻ ഉണ്ട്, യെസ്. ആത്തിഫ് ഉണ്ട്. പിന്നെ ബാക്കി ആരും കുളിച്ചിട്ടില്ല. വെറുതെ എല്ലാം മണക്കണുണ്ടോ? മണക്കണുണ്ട്. നിങ്ങളെ കുളിക്കാത്തോണ്ടാ തോന്നണേ അല്ലേ? ഭയങ്കര സ്മെല്ലടിക്കുന്നുണ്ട്. വൈകുന്നേരം കുളിക്കും. ആ ഐമന് കുളിച്ചിട്ടുണ്ട്. ഉറങ്ങുമ്പോഴും കുളിക്കും. കുളിച്ച ആൾക്കാർ കൈ വെക്കുക, അല്ലാത്തവര് വേ പോയി കുളിക്കടോ. ഇപ്പൊ കുളിക്കണ്ട, ക്ലാസ് കഴിഞ്ഞിട്ട് വെച്ചോ. ക്ലാസ് അതാ ഇൻസിയ കുളിച്ചിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് അർഫാൻ കുളിച്ചിട്ടുണ്ട്. പിന്നെ അർഫാൻ കുളിച്ചിട്ടില്ലേ? അവിടെ കൈ പൊക്കണു താന്നു. ഓക്കെ ഷെയാൻ. ഓക്കെ ഓക്കെ. നഫ്ല, ആയിഷ, ഓക്കെ. ഫാത്തിമ. കുറെ ആൾക്കാർ കുളിച്ചിക്കണ്. അപ്പൊ അത് മണം കുറച്ചൊക്കെ പോയി. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെല്ലാ ദിവസവും രാവിലെ തന്നെ കുളിക്കണം. പിന്നെ രാത്രി വേണമെന്നുണ്ടെങ്കിൽ രാത്രിയും കുളിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം പിന്നെ നമ്മളെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും കുളിക്കാം. ഓക്കെ, റെഡി? നമ്മള് കുളിക്കുക. ഇനി അവിടെ കുളിക്കുമ്പോഴൊരു പ്രശ്നമുണ്ട്. ചില ആൾക്കാർ എങ്ങനെ കുളിക്കാറിയോ? നേരെ ഷവറിന്റെ ചോട്ടിൽ പോയിക്കും, എന്നിട്ട് ഇങ്ങനെയല്ല, നേരെ കുളിക്കണം. സോപ്പൊക്കെ തേച്ച് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യണം? അഴുക്കുകളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് കാലിലൊക്കെ എപ്പോഴും ചെളി ഉണ്ടാകും. നമ്മൾ ഈ പുറത്തു കൂടെയൊക്കെ ഇങ്ങനെ കളിക്കണോണ്ട് കാലിലൊക്കെ ചളി ഉണ്ടാകും. അപ്പം ആ ചളി ഒന്നും പിന്നെ നമ്മളെ കാലും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. ഇനി വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വൃത്തിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണേ. എല്ലാവരും ഇങ്ങനെ കാണിച്ചേ, ഇങ്ങനെ കാണിച്ചേ. നിങ്ങളെ നഖം എത്രത്തോളം ഉണ്ട് നോക്കട്ടെ. വേഗം കാണിക്ക്. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ആരൊക്കെയാണ് നഖം വെട്ടാത്തവരെ നോക്കട്ടെ. ചില ആൾക്കാരെ നഖത്തില് ചെളിയുണ്ട്. ചില ആൾക്കാർ നല്ല ഉഷാറായിട്ട്. എന്താ ചില ആൾക്കാർ കാണിക്കണില്ലല്ലോ? ഇങ്ങോട്ട് കാണിക്ക്, നേരെ കാണിക്ക്. എന്നാലേ ഇന്ന് നമ്മുടെ കയ്യിൻ്റെയും കാലിൻ്റെയും, കൈ ചിലപ്പോൾ ക്ലിയർ ആയിരിക്കും, കാലും, കയ്യിൻ്റെയും കാലിൻ്റെയും ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടണം. ഞാൻ നോക്കും നഖം വെട്ടിയിട്ടുണ്ടോ അല്ലേ നോക്കും. അല്ലെങ്കിൽ വേഗം നഖം വെട്ടിയിട്ട് ഫോട്ടോ ഇട്ടാലും മതി. ഓക്കെ, റെഡി? റെഡി അല്ലേ? ഹാരിസ് സാർ, ഹാരിസ് സാർ റെഡി അല്ലേ? യെസ്, ഗുഡ്. അടിപൊളി അടിപൊളി. അപ്പൊ ഒന്ന് ചോദിക്കുവേ, ഇന്ന് ചോദിക്കും. നഖം വെട്ടാത്തവര്, നഖം വെട്ടിയവരാണ് കൂടുതൽ ആൾക്കാർ. നഖം വെട്ടാത്ത ചില ആൾക്കാരുണ്ട്. ചിലപ്പോൾ കാലിൻ്റെ ആയിരിക്കും വെട്ടാത്ത, ചിലപ്പോൾ കയ്യിൻ്റെ ആയിരിക്കും. അപ്പോൾ അത് നോക്കുക. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എല്ലാം ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? ഫോട്ടോ എടുക്കുക, ഗ്രൂപ്പിലിടുക. എല്ലാം ഇടണം. കയ്യിൻ്റെ ഇടണം, കാലിൻ്റെ ഇടണം. ഓക്കെ. നഖം വെട്ടണ്ടേ? കാൽമ മുറിയ. അതിനെന്താ? നഖത്തുമ്പിലാണ്. ഓക്കെ. ബാക്കിയുള്ള ഒരു നഖത്തുമ്മല്ലേ? ബാക്കിയുള്ള ഫോട്ടോ എടുത്തിട്ടാ മതി. ഓക്കെ. അല്ലാഹു ശിഫയാക്കി തരട്ടെ, പൂർണ്ണമായ ശിഫയാക്കട്ടെ. എന്താ കളിച്ചിട്ടായതാ? അനിയത്തി ചേറിട്ടാണ്. അനിയത്തി ചേർന്നിട്ടാണ്. ഓക്കെ. അനിയത്തെ എവിടെ? ഒരു പടി എടുത്തിട്ട് പറ്റാണ്. അവൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു പാവാടേ. പാവ അറിയാതെ അയക്കാരല്ലേ? ഗുഡ്. അങ്ങനെ തന്നെ വേണ്ട. അങ്ങനെയാണ് നല്ല കുട്ടികൾ പറയാം കേട്ടോ. അല്ലാതെ എൻ്റെ അനിയത്തി ഇങ്ങനെയാണ്, എൻ്റെ അനിയൻ ഇങ്ങനെയാണ്, ഒരു ഭയങ്കര പ്രശ്നക്കാരാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഹേമൻ നല്ല മോനാണ്, മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്. നല്ല മോനായിട്ടാണ് അങ്ങനെ പറയാം. അല്ലാതെ എപ്പോഴും അനിയത്തിൻ്റെ കുറ്റം പറയുക, ജ്യേഷ്ഠൻ്റെ കുറ്റം പറയുക, അനിയൻ്റെ കുറ്റം പറയുക, അതൊക്കെ അങ്ങനെ പറയാൻ പാടില്ല. ഇൻഷാ അല്ലാ നമുക്ക് അതിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്ന് നല്ല ശീലങ്ങളിൽ ഒന്നെന്താ പറഞ്ഞേ? വൃത്തിയുള്ളവരാവുക അല്ലേ? ഗുഡ്. വൃത്തിയുള്ള. അപ്പൊ ഒരു പോയിന്റ് പറഞ്ഞു. ആ വൃത്തിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നമ്മള്? വൃത്തിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ബ്രഷ് ചെയ്യുക, പിന്നെ
കാല് കഴുകുക, ഓക്കെ, 3 കാര്യങ്ങളായി. 3 കാര്യങ്ങളായി. നാലാമത്തെ ഒരു കാര്യം കൂടി പറയാം. നാലാമത്തെ ഒരു കാര്യം കൂടി കേട്ടോളിയേ. ഇങ്ങനെ തലയിലും ചൊറിഞ്ഞ് മാന്തി നടക്കാൻ പാടില്ല. അതൊരു മോശ സ്വഭാവല്ലേ? അല്ലേ? നമ്മളെ മുടിയൊക്കെ എന്ത് ചെയ്യണം എന്നറിയോ? കേട്ടോളി. മുടിയൊക്കെ എപ്പോഴും ചീകി ഇങ്ങനെ നിൽക്കണം. എപ്പോഴും മുടിയൊക്കെ ചീകി വെക്കണം. അല്ലാതെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ചപ്പറായിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അത് മോശ സ്വഭാവല്ലേ? പെൺകുട്ടികളൊക്കെ മുടി ചീകി നിൽക്കണം. മുടി ചീകിയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, എപ്പോഴും എന്ത് ചെയ്യണം? മുടി ചീകുക. അതൊക്കെ നബി പറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ നിങ്ങളുടെ താടിയും മുടിയൊക്കെ എന്ത് ചെയ്യണം? എണ്ണ തേച്ച് അതിന് നിങ്ങളൊരു ഭംഗി കൊടുക്കണം, അതിനെ ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞത്. നബി പറഞ്ഞ കാര്യമാണ്. അപ്പൊ മുടി ചെയ്യുക എന്നുള്ളത് എന്താണ്? നല്ല കാര്യമാണ്. അതിന് കൂലി കിട്ടും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ നിസ്കരിക്കലും നോമ്പെടുക്കലും മാത്രമല്ല, പല്ല് തേക്കുന്നതിന് കൂലിയുണ്ട്, കുളിക്കുന്നതിന് സ്വർഗമുണ്ട്, പിന്നെ നഖം വെട്ടുന്നതിന് പ്രതിഫലമുണ്ട്, പിന്നെ പിന്നെ മുടി ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ എന്താണ്? പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, അതാ പിന്നെയും പോയി. ഐമൻ മെഹദി പോയി, മുഹമ്മദ് സെയ്ദ് യദാൽ, ഫാത്തിമ റഹീം, മുഹമ്മദ് അർഫാൻ, അദ്ലാൻ, ഐദിൻ, മുഹമ്മദ് ഹിഷാൻ. അദ്ലാനും ഐദിനും എന്തോ അവിടെ പരിപാടി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫുൾ ടൈം ക്യാമറ ഓൺ ആക്കി വെക്കണം. ഓക്കെ ഓക്കെ, റെഡി? എന്താണ്? കസിൻസ് എല്ലാരും വന്ന് കേൾക്കട്ടെ, ഓരൊക്കെ കേൾക്കട്ടെടോ, ഓരും പഠിക്കട്ടെ, ഓര് മനസ്സിലാക്കട്ടെ. ഇതിനും അതിലാനൊക്കെ മാഷാ അല്ലാഹ് നല്ല കുട്ടികളായിട്ട് ഇതൊക്കെ പഠിക്കുന്നുണ്ടെന്ന്. ക്യാമറ ഓൺ ആക്കി. വെള്ളം കുടിക്കാൻ പോയതാ. ഓക്കെ, എല്ലാരും ക്യാമറ, എല്ലാരും കസിൻസ്. സുഖല്ല? ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരു ക്രിക്കറ്റ് കളിച്ചാലോ? നമുക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ കളിച്ചട്ടെ? ഇതിനെ അതിലാൻ ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കുക? അതോ നിങ്ങള് ഫോൺ കളിച്ചേ? പറയടോ, മൈക്കോണാക്ക്. അവിടെ പറയുന്നുണ്ടോ വല്ലതും? ഓക്കെ, എന്നാലേ മക്കളെ, നമ്മൾ ഒന്ന് പറഞ്ഞു വൃത്തി ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞ? ഒന്നുകൂടി വേഗം പറയും. എന്തൊക്കെ കാര്യങ്ങൾ വേണം വൃത്തിയില്? ബ്രഷ് ചെയ്യുക, മുടി ചെയ്യുക, 4 കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യം പറയണം. ഒന്നാമത്തെ നമ്മൾ വൃത്തിയുള്ളവരാകാന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം കേട്ടോ, നല്ലത് മാത്രം പറയാം. നല്ലത് മാത്രം പറയാം. നല്ലത് മാത്രം പറയുക. സത്യവിശ്വാസി. അതെ, സത്യവിശ്വാസി എപ്പോഴും നല്ലത് മാത്രമേ പറയൂ. വേഗം എഴുതണേ. കഴിഞ്ഞു. ഓക്കെ, നല്ലത് മാത്രം. എല്ലാരും എഴുതിയോ? വേഗം എഴുത് താത്തേ. ഓക്കെ, ഓക്കെ, അപ്പൊ കഴിഞ്ഞു. നല്ലത് മാത്രം വേഗം എഴുത്. ഞാൻ പറയുന്നത് കഴിഞ്ഞു. ഓക്കെ, പറയട്ടെ. ഓക്കെ, എന്നാ നല്ലത് മാത്രം പറയാ. കേട്ടോളേ, നല്ലത് മാത്രം പറയാം. നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോ
ചില വാക്കുകൾ പറയാൻ പറ്റും. അതിൽപ്പെട്ട ഒന്നാണ് കളവ് പറയാം. കളവ് പറയാൻ പറ്റുമോ? പറ്റുമല്ലേ? ഇല്ല. ഒരു കാര്യം ഒരിക്കലും നമ്മൾ പറയാൻ പറ്റാത്തൊരു കാര്യം എന്താണത്? ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഏതാ? കളവ്. അത് ശരി, കളവ് പറയാൻ പറ്റില്ല. വേറെന്തോ ഉണ്ടല്ലോ, അനാവശ്യം. അനാവശ്യം. എന്താണ് ഈ അനാവശ്യം എന്നൊക്കെ പറഞ്ഞ? ബാഡ് വേർഡ്സ്. കേട്ടോളിട്ടോ, ചില കുട്ടികള് സംസാരിക്കുമ്പോ എന്താ ഉണ്ടാകാറ്? നിങ്ങളല്ല കേട്ടോ, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. എങ്ങനെ? ഓ, അങ്ങനത്തെവരോട് നമ്മൾ എന്ത് ചെയ്യരുത്? സംസാരിക്കാനേ പോണ്ട. നമ്മള് നല്ല നിലക്ക് വർത്താനം പറയാ. ഒരങ്ങനത്തെ വേർഡ് പറയാണോ നമ്മൾ മെയിൻ ചെയ്യണ്ട. അവിടെ എന്താണെന്നറിയോ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അങ്ങനത്തെ വേർഡുകളൊക്കെ പറയുമ്പോൾ ശരിക്ക് വളരെ മോശമാണ് അവിടെ ഉണ്ടാകുക. ഓക്കെ, അതിലാനും ഐതിനും വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങള് മുബീനാന്റെ മക്കളാണോ? ഞങ്ങളെ ഉമ്മാനെ വിളിക്കാം അല്ലേ? ഒറ്റ മിനിറ്റ്. നിങ്ങള് വേറെ എന്താ പരിപാടി എന്ന് ഞാൻ ചോദിച്ചു കേൾക്കാം. അല്ല, അതന്നെ ഞാൻ ചോദിക്കാനല്ലേ. ചോദിക്കണോ? വേണോ? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കട്ടോ. നിങ്ങൾ വേറെ എന്താ അവിടെ പണിയെടുക്കുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോഴേ എല്ലാവരും ശ്രദ്ധിച്ചോളിയും. നമ്മള് ഈ മോശം വേർഡുകൾ പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ എങ്ങനെയെന്ന് അറിയോ? ഡാഷേ, ഡൂഷേ, ഡുഡുഡു, ടുട്ടു. മനസ്സിലായോ? അങ്ങനത്തെ പേരുകളൊക്കെ പറയുന്ന ആൾക്കാർ, അങ്ങനത്തെ ഒന്നും പറയാൻ പാടില്ല കേട്ടോ. അങ്ങനത്തെ ഒക്കെ മോശം വേർഡ്സ് ആണ്. മോശം വേർഡ്സ് ഒരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങനത്തെ ഇതിൽ പറയരുത്. അങ്ങനത്തെ കുട്ടികളെ ഉണ്ടാവില്ല നമ്മളത്തെ ഫ്രണ്ട്സ്. ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു കഥ പറഞ്ഞുതരാം. ഒരാള് ഒരു വ്യക്തി എന്ത് ചെയ്തു, ഒരു യാത്ര പോകാട്ടോ. കേട്ടോ, ഒരു കഥയാണ്, നല്ല രസം. കഥ ഇങ്ങനെ അയാളിങ്ങനെ യാത്ര ഇങ്ങനെ പോണ സമയത്ത് വേറൊരു കള്ള് കുടിച്ചിട്ട് ഒരാൾ വന്നു. ഈ കള്ള് കുടിച്ച ആൾക്കാർക്ക് പിന്നെ അന്തം ഉണ്ടാവില്ലല്ലോ, ഓരെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അപ്പോൾ ഇയാളെ വിളിച്ചിട്ടുണ്ട്, ഡാഷ്. മനസ്സിലായി? എന്തൊക്കെയാന്ന് മനസ്സിലായില്ലേ? ഡോഗേ അല്ലെങ്കിൽ മങ്കി, പിഗ്ഗേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, വിളിക്കണം. ഇതൊക്കെ ഒന്ന് വിളിച്ചപ്പോൾ മറ്റയാൾക്ക് ദേഷ്യം വന്നു. മറ്റയാളെന്താ ഇതറിയോ? അതായത് ഇങ്ങനെ മറ്റേ യാത്ര പോണ ആളുണ്ടല്ലോ, അയാൾ തിരിച്ചിട്ട് തക്കാളി, പച്ചമുളക് എന്താ പറയണേ? അപ്പൊ ആൾക്കാർ ആകെ വിട്ടു. മറ്റയാൾ വിളിക്കണ എന്താ, ഡോഗേ, പിഗ്ഗേ, മങ്കേ എന്നൊക്കെ പറഞ്ഞിട്ടാ വിളിക്കണത്. മറ്റയാളോ തക്കാളി, പച്ചമുളക്, ഉള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. എങ്ങനെ വിളിക്കണ ചോദിച്ചു. അപ്പോ മറ്റയാൾ പറഞ്ഞു, അയാള് തിന്നണ കാര്യമാണ് ഡോഗും പിഗും ഒക്കെ, ഞാൻ തിന്നണ തക്കാളിയാണ്. അല്ലേ? അങ്ങനത്തെ ചില ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഉത്തരം പറയേണ്ട എത്ര ഉള്ളൂ, നമ്മൾ മെയിൻ ചെയ്യാതിരുന്നാൽ മതി. അല്ലേ? നമ്മളെ മേത്ത് തട്ടണില്ലല്ലോ അത്. ഓരങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഓരും പഠിച്ചോനായിക്കോട്ടെ, നമ്മളൊന്നും മിണ്ടരുത്. ചില കുട്ടികൾ അങ്ങനത്തെ ചില വാക്കുകളുണ്ട്, നമുക്ക് അറിയൂല, അത് തെറ്റാണെന്നറിയില്ല. ഇന്ന് പല ആൾക്കാരും ഉപയോഗിക്കുന്ന പദങ്ങളാണത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ചില കുട്ടികൾ പറയും, ഇപ്പോ എടാ എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റുമല്ലേ? പിഗ് എന്ന് വിളിക്കാൻ പറ്റുമോ ഒരാളെ? പറ്റുമല്ലേ? ഡോഗ് എന്ന് വിളിക്കാൻ പറ്റുമോ? മങ്കി എന്ന് വിളിക്കാൻ പറ്റുമോ? ഒട്ട എന്ന് വിളിക്കാൻ പറ്റുമോ? മണ്ട എന്ന് വിളിക്കാൻ പറ്റുമോ? മന്ദബുദ്ധി വിളിക്കാൻ പറ്റുമോ? വിളിക്കുക. അതൊക്കെ മോശം വേർഡ്സ് ആണ്. അതൊക്കെ ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കുക. നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മളൊരാൾ വിളിച്ചാൽ നമുക്ക് വിഷമാവൂലേ? എങ്കിലും അയാളെ വിളിച്ചാൽ അയാൾക്കും വിഷമാവും. അപ്പൊ അങ്ങനത്തെ പദങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ. ഓക്കെ. പിന്നെ എന്നാൽ നമുക്ക് നല്ല കൂലി കിട്ടണ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ നല്ലത് പറയാന്ന് പറയുമ്പോ കേട്ടോളേ, എന്താ പറഞ്ഞേ? എന്റെ സ്കൂളത്തെ ഫ്രണ്ട് എപ്പോഴും ചീത്തതാ.
ആ അങ്ങനത്തെ ഫ്രണ്ട്സിനെ നമ്മൾ ഫ്രണ്ട്സ് ആക്കരുത്. അത് എന്റെ ശത്രുവാ. ശത്രു എന്ന് പറയണ്ട, ഓരോട് നമ്മൾ എന്ത് ചെയ്യാ, അങ്ങനത്തെ ഒരു ഇടപെടൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അതാ പോയി എല്ലാരും പോയി. ഇവിടെ ചില ആൾക്കാര് മൊബൈലിൽ വേറെന്തോ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. റെഡി പറയട്ടെ. അതാ ഉഷാറ് പോയി. എന്നൊരു കാര്യം ചെയ്യാം. ഹലോ പറയട്ടെ, നിങ്ങളെന്താ ഉഷാറില്ലല്ലോടോ? ആ ഞാന് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയപ്പോ വേറൊരു ഇക്കാക്കനെ പോടാ പന്നിങ്ങനെ വിളിക്കുന്ന കേട്ടി. എന്തിക്കാക്കന്മാരാണല്ലത്? ആ ഇക്കാക്കൊക്കെ എന്താണ്, അയാൾ എന്തും മനുഷ്യനാണ്, അങ്ങനൊന്നും വിളിക്കാൻ പറ്റൂലല്ലോ അല്ലേ? അങ്ങനത്തെ ഇക്കാക്കന്മാര് അവിടെ അടുത്തുണ്ടെങ്കിൽ തന്നെ പോരണം, ഒരവിടെ തിരിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? ആ അതെ. നമ്മക്കറിയാം ഇക്കാക്കന്മാര് വെറുതെ ഒരിക്കൊന്നും അറിയൂല, അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ. നമ്മളാരും അങ്ങനെ വിളിക്കരുത്, എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഇത് നമ്മൾ പലപ്പോഴും വരുന്നൊരു പ്രശ്നം എവിടെയെന്ന് അറിയോ? നമ്മള് പിന്നെ ഈ നല്ലത് പറയാന്ന് പറയുമ്പോ, ഞാൻ ഒരു ഇത് കൂടി പറഞ്ഞുതരാം, അത് നിങ്ങൾ ശ്രദ്ധിക്കണില്ല, നിങ്ങൾക്ക് ഒരു ചെറിയൊരു അശ്രദ്ധ വന്നിട്ടുണ്ട്. ഒരു കഥ പറഞ്ഞാലോ? എല്ലാരും റെഡിയാണോ? എന്നാ കേട്ടോളി, ആ കഥ ഞാനിതാ അങ്ങനെ ഒരു സ്ക്രീനിൽ കാണിക്കണേ. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയണേ. സ്ക്രീനിൽ ആ കഥ കാണിക്കണുണ്ട്, നോക്കിക്കോ. ദാ അസ്സലാമലൈക്കും 10, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി 20, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് 30. ആർക്കാ പറയാൻ പറ്റുക ഇതേതാ കഥ? ആർക്കാ പറയാൻ പറ്റുക ഇതേതാ കഥ എന്ന് പറയാൻ പറ്റുമോ? ആ നെശ കൈ പൊന്തിച്ചിട്ടുണ്ട്. ആ ഓക്കെ, നെശ പറയാം. എല്ലാരും ഉണ്ടായിരുന്നേ, നെശ പറയട്ടെ. ആ കഥ നെശ പറയുന്നുണ്ട്. അവിടെ ഇരുന്നപ്പോ ഒരാള് വന്നപ്പോ അസ്സലാമലൈക്കും പറഞ്ഞപ്പോ 10 പോയിന്റ് പറഞ്ഞു നടക്കിച്ച്. അപ്പൊ കുറച്ചായിട്ട് അടുത്ത ആള് വന്നിട്ട് അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞപ്പോ 20 പോയിന്റ് പറഞ്ഞു. അപ്പൊ കുറച്ചായിട്ട് ആള് വന്നപ്പോ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞപ്പോ 30 പോയിന്റ് പറഞ്ഞു. അടിപൊളി സൂപ്പർ. എല്ലാരും കൈയടിക്കടോ. ഷാർ ഗുഡ്. ഓക്കെ, എന്നാ കേട്ടോളെ, എന്താണ് ആ കഥ എന്ന് പറഞ്ഞുതരാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കട്ടോ. അപ്പോ അയാള് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കിയിട്ട് പറയാണ്, നിനക്ക് 10 പ്രതിഫലം ഉണ്ട്, 10 പോയിന്റ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വേറൊരാൾ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കിയിട്ട് പറഞ്ഞു 20 പ്രതിഫലം ഉണ്ട്. എത്ര? 10, 20 പ്രതിഫലം. അത് കഴിഞ്ഞ് വേറൊരാൾ വരികയാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിനക്ക് 30 പ്രതിഫലം, 10, 20, 30. അപ്പൊ നമുക്ക് ഏതാണ് 10 വേണ്ടത്, 20 വേണ്ടത്, 30 വേണ്ടേ? അപ്പൊ നമ്മൾ എപ്പോഴും സലാം പറയുമ്പോ എന്ത് പറയണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, നിങ്ങൾക്കൊരു വർക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതിയിട്ട് അതിൽ കളർ ചെയ്തിട്ട് നിങ്ങൾ അയക്കണം. ഓക്കെ, റെഡി? മനസ്സിലായില്ല? ആരാണോ വർത്താനം പറയണ്ട, അതാ മനസ്സിലാവാത്ത. ആരുടെയും മൈക്ക് ഓൺ ആയിട്ട് ഇങ്ങനെ വർത്താനം നടക്കണം. ഈ കുട്ടികളെക്കാൾ കഷ്ടം ഉമ്മമാരാവരുത്, ദയവ് ചെയ്തിട്ട്. ഉമ്മമാർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം ഞാൻ പറയണം. നിങ്ങളെ സൗണ്ടാണ് ഇവിടെ കേൾക്കണം, കുട്ടികളെ സൗണ്ട് അല്ല. ഒന്ന് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യുക, മിനിമം അതെങ്കിലും ചെയ്യുക. ചെറിയ കുട്ടികളല്ലല്ലോ നിങ്ങൾ, കുട്ടികളുള്ളവരല്ലേ. അപ്പൊ അതിൻ്റെ ഒരു മര്യാദ കാണിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
ഈ പിന്നെ നിങ്ങൾക്കുള്ള വർക്ക് ഒന്ന് നമ്മൾ പറഞ്ഞു, നിങ്ങൾ നഖം വെട്ടിയിട്ട് എന്ത് ചെയ്യണം, അത് ഫോട്ടോ എടുത്തിട്ട് അയക്കാം. ഒന്ന്. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാം, അതിൻ്റെ ഒരു ഫോട്ടോ പോലത്തെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതാം, എന്നിട്ട് അത് പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്തിട്ട് അത് നല്ല കളറിൽ എഴുതിയിട്ട് അത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നേരെ എഴുതണം. അസ്സലാമു അലൈക്കും എന്നുള്ളത് അറബിയിൽ നേരെ ഉഷാറാക്കി വരഞ്ഞ് നല്ല കളർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോ എടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, റെഡി? റെഡിയാണോ? റെഡി? ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ട് കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? പല്ല് തേക്കുക, പിന്നെ നഖം വെട്ടുക, പിന്നെ പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം പറയാം, നല്ലത് മാത്രം പറയാം, മോശം വേർഡ്സ് പറയാൻ പാടില്ല. അതേപോലെ തന്നെ അങ്ങനത്തെ എന്ത് ആര് പറഞ്ഞാലും നമ്മൾ മിണ്ടാതെ നിൽക്കുക കേട്ടോ. അങ്ങനെ ആര് പറയുമ്പോഴും നമ്മൾ അതിന്റെ അടുത്ത് പോകണ്ട, ഓരെന്തോ പറയട്ടെ എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, എന്നാ ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.